എന്താണ് ഗൂഗിൾ ആഡ്സ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൂഗിൾ ആഡ്സ് ആണ് ഉള്ളത് എന്നുള്ളതും എന്തൊക്കെയാണ് ഗൂഗിൾ ആഡ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഗൂഗിൾ ആഡ്സിൻ്റെ മുമ്പത്തെ പേര് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്വേർഡ്സ് ആയിരുന്നു. ഇപ്പോഴാണ് അത് ഗൂഗിൾ ആഡ്സ് ആയത്. ഇത് ഗൂഗിൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഇവിടെ പരസ്യം ചെയ്യേണ്ടവർക്ക് അഡ്വർടൈസേഴ്സിന് ഗൂഗിളിൻ്റെ തന്നെ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള ഗൂഗിളിൻ്റെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്പ്ലേ ആഡ്സ് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കാനും അവരുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസസിന് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കാനുമായിട്ടുള്ള ഒരു സൗകര്യമാണിത്. അപ്പോൾ ഗൂഗിൾ പ്രൊഡക്ട്സിൽ മാത്രമാണോ നിങ്ങൾക്ക് അഡ്വർടൈസിങ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുക? അല്ല, ഗൂഗിൾ ആഡ്സിൻ്റെ ആഡ്സെൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്സിൽ, അതായത് മറ്റ് പല വെബ്സൈറ്റ്സിനും ഗൂഗിൾ ആഡ്സെൻസിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് അവരുടെ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുകയും ഇതുവഴി കൂടുതൽ അഡ്വർടൈസേഴ്സിന് കൂടുതൽ ഓഡിയൻസിലേക്ക്, ബെറ്റർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഗൂഗിളുമായിട്ട് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സൈറ്റുകളിലൂടെയും നമുക്ക് ഗൂഗിൾ ആഡ്സ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി ഈ ഒരു ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് PPC മോഡലിലാണ് വർക്കാവുന്നത്, അതായത് പേ പെർ ക്ലിക്ക്. ഈ PPC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ നിങ്ങളൊരു ആഡ് റൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ആഡ് 10,000 പേര് കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10,000 പേര് കണ്ടു എന്നുള്ളതിനല്ല നിങ്ങൾ ചാർജ് ചെയ്യപ്പെടുക. പകരം 10,000 പേരിൽ എത്ര പേരാണ് ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ക്ലിക്കിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് ചാർജ് വരികയുള്ളൂ. അപ്പോൾ ഇവിടെ അഡ്വർടൈസേഴ്സിന് തീരുമാനിക്കാം എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര ഡോളേഴ്സാണ് അവർ ആ ഒരു പെർട്ടിക്കുലർ കീവേഡിനായിട്ട് ബിഡ് ചെയ്യുന്നത് എന്നുള്ളത്. PPC ആഡ്സിനെ പറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ വേർഡ്സും എന്താണെന്നുള്ളത് പറയുന്നില്ല. പക്ഷേ ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിനകത്തുള്ള ഒരു സ്പേസിൽ മൾട്ടിപ്പിൾ അഡ്വർടൈസേഴ്സ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു സ്പേസിനായിട്ട് 20 പേര് ആ ഒരു സ്പേസിന് വേണ്ടി മത്സരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോരുത്തരും ഓരോ ബിഡ് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു റേറ്റിന്, ഇപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം 10 റുപ്പീസാണ് ഒരു ക്ലിക്കിന് എന്നുണ്ടെങ്കിൽ ഞാനിതൊരു 10 റുപ്പീസാണെന്ന് പറയുന്നു. മറ്റൊരു സെല്ലർ അല്ലെങ്കിൽ മറ്റൊരു കോമ്പറ്റീറ്റർ 20 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആരുടെ എമൗണ്ട് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കായിരിക്കും ആ ഒരു സ്പേസ് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ അഡ്വർടൈസേഴ്സിനും ബിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഡ് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടു, അതൊരു യൂസർ ക്ലിക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ക്ലിക്ക് ചെയ്തതിനാണ് നിങ്ങൾ ചാർജ് ചെയ്യപ്പെടുക. നേരത്തെ ഉള്ള എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 10 റുപ്പീസാണ് പെർ ക്ലിക്ക് പേ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെർ ക്ലിക്കിന് എനിക്ക് 10 റുപ്പീസാണ് ചാർജ് വരിക. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൂഗിൾ ആഡ്സ് ഉള്ളത് എന്ന് നോക്കാം. അതായത് ഗൂഗിൾ ആഡ്സിൽ പലതരത്തിലുള്ള ആഡ്സ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ആഡ്സ് ആണോ നിങ്ങളുടെ ബിസിനസ്സിന് കൂടുതൽ സ്യൂട്ടബിൾ ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഗൂഗിൾ ആഡ്സിൻ്റെ ടൈപ്പാണ് സെർച്ച് ആഡ്സ് എന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പം ഗൂഗിൾ സെർച്ചിൽ വന്നിട്ട് ഹെൽത്ത് ചെക്കപ്പ് തൈറോയിഡ് നിയോമി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ കാണാം സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആഡാണ്. ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് സെർച്ച് ആഡാണ്, അതായത് സെർച്ച് എഞ്ചിനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ഒരു ഗൂഗിൾ ആഡാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെർച്ച് ആഡ്സ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗൂഗിൾ ആഡ്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്, ഒരു പെർട്ടിക്കുലർ കീവേഡ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ് ആണ് ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വെബ്സൈറ്റുകളിൽ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്കിലുള്ള മറ്റ് വെബ്സൈറ്റ്സ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റ്സിൽ അപ്പിയർ ചെയ്യപ്പെടുന്ന ബാനർ ആഡ്സിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ്, അതായത് businessbuzzplus.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഗൂഗിൾ ആഡ്സിൻ്റെ അഡ്വർടൈസേഴ്സിന് ആഡ്സ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഗൂഗിളിൻ്റെ കുറച്ച് ആഡ്സിൻ്റെ ഉപയോഗിക്കുന്ന കോഡുകളുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ വെബ്സൈറ്റിലുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൻ്റെ വിസിറ്റേഴ്സിനും ആ ഒരു ആഡ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ബേസിക്കലി നമ്മൾ ഡിസ്പ്ലേ ആഡ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആഡ്സ് ആണ് വീഡിയോ ആഡ്സ് എന്ന് പറയുന്നത്. ഈ ആഡ്സ് എന്ന് പറയുന്നത് യൂട്യൂബിലാണ് അപ്പിയർ ചെയ്യുക. അതായത് യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റു വീഡിയോ പാർട്ട്ണർ സൈറ്റുകളിലും ഇത്തരത്തിലുള്ള വീഡിയോ ആഡ്സ് ഗൂഗിൾ വഴി നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ നമ്മൾ പെർട്ടിക്കുലർലി എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോസ് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആഡ്സ് പലതും റൺ ആവാറുണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഡ്സ് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വീഡിയോ ആഡ്സ് ആണ്. ഇനി ഇതിന് പുറമെ വീഡിയോ പാർട്ട്ണർ സൈറ്റ്സിലും ഇതുപോലെയുള്ള വീഡിയോ ആഡ്സ് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ആഡ്സ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ ആയിട്ടാണ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ വീഡിയോ ആഡ്സ് സെലക്ട് ചെയ്യാം. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ് ആണ് ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് ഗൂഗിൾ ഷോപ്പിംഗ് പേജിൽ അപ്പിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയാം. അതുപോലെ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്തും മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നുണ്ട്. സെർച്ച് റിസൾട്ട്സിലും ഇത്തരത്തിലുള്ള ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് ഡിസ്പ്ലേ ചെയ്യപ്പെടാം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ലേഡീസ് വിൻ്റർ ജാക്കറ്റിന് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതാണ് ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. ഇത് കാണാം, ബ്ലിസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്, വെറോമോഡ എന്ന് പറഞ്ഞിട്ടുള്ള, നൈക്ക ഫാഷൻ്റെ ആഡ്സ്, വാൻ ഹ്യൂസൈൻ്റെ ആഡ്സ്, ഇങ്ങനെ ഓരോ അഡ്വർടൈസേഴ്സിൻ്റെയും ആഡ്സ് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഷോപ്പിംഗ് ടാബ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഷോപ്പിങ്ങിൻ്റെ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ആഡാണ് ആപ്പ് പ്രൊമോഷൻ ആഡ്സ് എന്ന് പറയുന്നത്. അതായത് മൊബൈൽ ആപ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ആഡുകൾ ഗൂഗിളിൻ്റെ നെറ്റ്വർക്കിൽ വരുന്നതിനെയാണ് നമ്മൾ ആപ്പ് പ്രൊമോഷൻ ആഡ്സ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന ആഡുകളെയാണ് നമ്മൾ ആപ്പ് പ്രൊമോഷൻ ആഡ്സ് എന്ന് പറയാറ്. ഇതിപ്പോൾ മൊബൈലിൽ നമ്മൾ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്, ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടാറുണ്ട് ആഡ്സുകൾ നമുക്ക്. അതായത് മറ്റൊരു ആപ്പിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള സ്ക്രീനൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആപ്പ് പ്രൊമോഷൻ ആഡ്സ് എന്ന് പറയാറ്. പ്ലേ സ്റ്റോറിലും നമുക്ക് ഇത്തരത്തിലുള്ള ആഡ്സ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അടുത്തതാണ് ലോക്കൽ സർവീസ് ആഡ്സ് എന്ന് പറയുന്നത്. അതായത് ലോക്കൽ സർവീസസ് ആയിട്ടുള്ള പ്ലംബേഴ്സിനെ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻസിനെ അന്വേഷിക്കുന്ന മറ്റ് പ്രൊഫഷണൽസിനൊക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലോക്കൽ ഇത്തരത്തിലുള്ള സർവീസസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആഡുകളെയാണ് നമ്മൾ ലോക്കൽ സർവീസ് ആഡ്സ് എന്ന് പറയാറ്. ഇത്തരത്തിൽ നിങ്ങൾ പ്ലംബേഴ്സിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആഡ്സ് ആയിട്ട് സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതുപോലെ കാണാം, അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബോക്സിലും ഇത്തരത്തിലുള്ള ആഡ്സ് റൺ ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ പ്രോസ് എന്താണെന്നുള്ളത് കാണാം. ഫസ്റ്റ് കാര്യം വരുന്നത് ടാർഗറ്റഡ് അഡ്വർടൈസിംഗ് ആണ്. ഇന്ന കീവേഡ് ടൈപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം എൻ്റെ ആഡ്സ് ഡിസ്പ്ലേ ചെയ്യപ്പെട്ടാൽ മതി എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ യൂസേഴ്സിനെ അവരുടെ ഏജിൻ്റെ ബേസിൽ, ജെൻഡറിൻ്റെ ബേസിൽ, ഇൻകത്തിൻ്റെ ബേസിൽ, മറ്റ് ഡെമോഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ്റെ ബേസിസിൽ, അതായത് ബാംഗ്ലൂരുള്ള യൂസേഴ്സ് മാത്രം എൻ്റെ ആഡ്സ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഗൂഗിൾ ആഡ്സ് ഷോ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ കീവേഡ് ടാർഗറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാം, ഡെമോഗ്രാഫിക് ടാർഗറ്റിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ലൊക്കേഷൻ ടാർഗറ്റിംഗ് ചെയ്യാം. അതാണ് ടാർഗറ്റഡ് അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രം എൻ്റെ ആഡ്സ് കാണിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് മെഷറബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് എന്നുള്ളത്. നിങ്ങൾക്ക് എത്ര പേര് നിങ്ങളുടെ ഈ ഒരു ആഡ് കണ്ടു, എത്ര പേര് അത് ക്ലിക്ക് ചെയ്തു, എത്ര സെയിൽസ് കൺവേർഷൻസ് നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതും മറ്റു മെട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അനലിറ്റിക്സ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും ആളുകളുടെ ബിഹേവിയറിൻ്റെ മുകളിലുള്ളത്. അതായത് സപ്പോസ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഈ ഒരു പെർട്ടിക്കുലർ വെബ് പേജ് ഒരു യൂസർ എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് അതിനകത്ത് സ്പെൻഡ് ചെയ്തോ, അവരത് ആ ഒരു പെർട്ടിക്കുലർ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലൊരു ഇൻസൈറ്റ് ഈ ഒരു ഗൂഗിൾ അനലിറ്റിക്സ് വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു 10,000 ആഡ്സിന് സ്പെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് എവിടെ പോയി, എന്ത് സംഭവിച്ചു, എത്ര പേര് കണ്ടു, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർഡ് ആവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനെ ഗൂഗിൾ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡെയിലി ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് സ്പെൻഡിങ് ലിമിറ്റായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇപ്പോൾ മേ ബി ഈ ഒരു പെർട്ടിക്കുലർ ഡേയിൽ എനിക്ക് 1,000 റുപ്പീസ് ആഡ് സ്പെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതെനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മന്ത്ലി എനിക്ക് 30,000 ആഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് ഒരു ലിമിറ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്ലെക്സിബിലിറ്റി എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല പേപ്പർ ക്ലിക്ക് ആഡ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലിക്കിനാണ് നിങ്ങൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ എത്ര പേര് അത് കണ്ടു എന്നുള്ളതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരിക്കലും ചാർജ് ചെയ്യപ്പെടുന്നില്ല.
നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ക്യുക്ക് റിസൾട്ട്സ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഒരു പേജിലേക്കാണ് ട്രാഫിക് ജനറേറ്റ് ചെയ്യാനാണ് ആഡ്സ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്സ് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും ഗൂഗിൾ ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ. അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ആഡ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ്സ് അഡീഷണൽ ഇൻഫോർമേഷൻ വെച്ചിട്ട്, അതായത് ഫോൺ നമ്പേഴ്സ്, സൈറ്റിൻ്റെ ലിങ്ക്, മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആഡ് എക്സ്റ്റൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമായിട്ടുള്ള ആഡ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂസറിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആഡ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഒരാൾ വിസിറ്റ് ചെയ്തു, പക്ഷേ അവർ ജസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ നോക്കിയിട്ടൊന്ന് വെബ്സൈറ്റ് ലീവ് ചെയ്ത് പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീടാർഗറ്റിംഗ് ചെയ്യാം. അതായത് അതേ കസ്റ്റമേഴ്സിന് പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ആഡ്സ് ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ആഡ് കസ്റ്റമൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഫസ്റ്റ് ടൈം ഒരു ആഡ് ത്രൂ വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കാണപ്പെടുന്ന ആഡ് ആയിരിക്കില്ല, മേ ബി നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അത് ലീവ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആഡ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ആറാമത്തെ ഒരു ബെനിഫിറ്റാണ് ബ്രോഡ് റീച്ച് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്കെല്ലാം നിങ്ങൾക്ക് ആഡ്സ് റൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഗൂഗിൾ ആഡ്സ് വഴി നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഗൂഗിളിന് ഒത്തിരി പാർട്ട്ണർ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിലൂടെയും നിങ്ങൾക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ലഭിക്കുകയാണ്. ഏഴാമത്തെ ഒരു ബെനിഫിറ്റാണ് റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് മുമ്പ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ കൂടുതൽ എൻകറേജ് ചെയ്യാം, നിങ്ങൾക്ക് റിട്ടേൺ വിസിറ്റ് അടിക്കാനും അതുപോലെ അത് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യാനും. ഇനി ഇതിൻ്റെ കോൺസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റാണ് ഒരു കാര്യം. അതായത് ചിലപ്പോൾ ചില പോപ്പുലർ ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് അതിന് ആഡ്സ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നല്ല ഹൈ കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൻ്റെ മുകളിലേക്ക് അത് കോസ്റ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പ്രോപ്പറായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യമാണ് കോംപ്ലക്സിറ്റി. അതായത് ബിഗിനേഴ്സിന് മേ ബി ഒരു അത്യാവശ്യം നല്ല പോലെ എഫേർട്ട് ഇട്ടിട്ട് ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാലായിരിക്കും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു ആഡ് പെർട്ടിക്കുലർലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കാര്യമാണ് ആഡ് ഫെറ്റിക്. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ആഡ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഓട്ടോമാറ്റിക്കലി ആഡ്സിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആഡ് ഫെറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ബോട്ട്സൊക്കെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ക്ലിക്സ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് ആണ്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഡ് സ്പെൻഡ് വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലിക്ക് ഫ്രോഡുകളും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് സക്സസ് ഗ്യാരണ്ടീഡ് അല്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് സക്സസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി വേരിയസ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ആഡിൻ്റെ ക്വാളിറ്റി, നിങ്ങൾ ആഡ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസിൻ്റെ മുകളിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റീഷൻ്റെ മുകളിൽ വേരിയബിൾ ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഒരു സക്സസ് ഇതിന് ഗ്യാരണ്ടീഡ് അല്ല. പിന്നെ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ആഡ്സ് ഗൂഗിളിൻ്റെ പോളിസീസും ഗൈഡ് ലൈൻസിനും പ്രകാരമായിരിക്കണം. അത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഡിസപ്രൂവ്ഡ് ആവാം, അത് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അവസാനമായിട്ടുള്ളൊരു കോണെന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ പ്ലാറ്റ്ഫോമാണ്. അതായത് ഗൂഗിളിൻ്റെ തന്നെ അൽഗോരിതംസ് മാറുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേറ്റുകൾ, അവരുടെ പോളിസി ചേഞ്ചസ് ഒക്കെ ആഡ്സിൻ്റെ പെർഫോമൻസിനെയും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, പോളിസി വയലേഷൻസ് ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഗൂഗിൾ ആഡ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ബിസിനസ് ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ.